വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ FCRA ഇതിന്റെ ആശങ്ക തുടരുന്നതിനിടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേരളത്തിലേക്ക് വരുന്നു. അടുത്ത ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നു. ഒരു ആശങ്ക മാറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് കുമാർ തത്സമയം ചേരുന്നു. പറയൂ വിനീഷ് കുമാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം FCR ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായ കിരൺ റിജിജു കേരളത്തിലേക്ക് തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം കേരളത്തിൽ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് BJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ പുരോഹിതന്മാരെയാണ് പ്രധാനമായും ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടാവുക. FCRAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ ആശങ്ക ക്രൈസ്തവ പുരോഹിതർ പരസ്യമായി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. ഇതിൽ BJP നേതൃത്വം ഇക്കാര്യത്തിൽ ആശങ്കയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ബില്ല് മാറ്റിവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇവിടെ എത്തും എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വിശദമായ ഒരു ചർച്ചയുണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഒരു തരത്തിലുമുള്ള ആശങ്കയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് BJP പറയുന്നത്. എന്തായാലും 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു FCRA വലിയ രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാവുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നുള്ള വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ തിരിച്ചടി ഉണ്ടാവുമെന്നുള്ളൊരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയെ കേരളത്തിലെത്തിക്കുകയും ഒപ്പം തന്നെ ക്രൈസ്തവ പുരോഹിതരുമായി ഒരു കൂടിക്കാഴ്ച നടത്താനും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഒരുപക്ഷെ ഈസ്റ്ററിന് ശേഷമായിരിക്കും എത്തുക, അല്ലെങ്കിൽ അതിനു മുമ്പായിരിക്കും. കൃത്യമായൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.